വയനാട് മണ്ഡലത്തിൽ ഇറക്കുമതി സ്ഥാനാർത്ഥിയെ വേണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് പ്രമേയം. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ നിന്നാവണം സ്ഥാനാർത്ഥി. പ്രമേയം പാസാക്കിയത് മുക്കത്തു ചേർന്ന യൂത്ത് കോൺഗ്രസ് വയനാട് പാർലമെന്റ് മണ്ഡലം കൺവെൻഷനിൽ. വിവരങ്ങളുമായി അശ്വിൻ വല്ലത്തുശ്ശേരിയാണ്. അശ്വിൻ, MI ഷാനവാസിന്റെ മകൾ അമീന ഷാനവാസ് സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഈ അഭ്യൂഹങ്ങളെ തള്ളാൻ കോൺഗ്രസ് നേതൃത്വവും തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിലാണോ യൂത്ത് കോൺഗ്രസിന്റെ ഇത്തരത്തിലൊരു പ്രമേയം? അമീന, വയനാട് പോലെ ഒരു ഉറച്ച മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ പ്രവർത്തകരുടെ വികാരം പരിഗണിച്ചുകൊണ്ട് മാത്രമേ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാവുള്ളൂ. അതോടൊപ്പം തന്നെ മലബാറിൽ നിന്നുള്ള നേതാക്കളെ മാത്രമേ വയനാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വേണ്ടൂ എന്നിങ്ങനെ തുടങ്ങിയ പരാമർശങ്ങളോടുകൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രമേയം പാസാക്കിയിരിക്കുന്നത്. നേരത്തെ അമീന മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറാണ്, പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് അമീന പറഞ്ഞ സമയത്ത് തന്നെ KSU എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു. ഇത്തരത്തിൽ മലബാറിൽ നിന്നുള്ള യുവാക്കൾക്ക് പ്രാധാന്യം നൽകണം. വയനാട് പോലെ ഒരു ഉറച്ച മണ്ഡലത്തിൽ പാർട്ടിക്ക് അത്രയും വേരോട്ടമുള്ള ഒരു മണ്ഡലത്തിൽ ഇറക്കുമതി സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസും നൽകുന്നത്. ഏതായാലും യൂത്ത് കോൺഗ്രസും KSU മുന്നോട്ട് വെക്കുന്നത് ഒരു പേര് തന്നെയാണ്. കോഴിക്കോട് DCC പ്രസിഡന്റ് T സിദ്ദിഖിനെ വയനാട് മണ്ഡലത്തിൽ മത്സരിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പേര് പുറത്തേക്ക് പറയുന്നില്ലെങ്കിൽ കൂടിയും T സിദ്ദിഖ് വയനാട്ടിൽ മത്സരിക്കണം എന്ന് തന്നെയാണ് KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അഭിപ്രായം. ഇതാണ് ഇന്ന് മുക്കത്ത് നടന്ന വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കൺവെൻഷനിൽ ഈ കാര്യം ഒരു പ്രമേയമായി തന്നെ പാസാക്കി. ഏകകണ്ഠേനയാണ് പ്രമേയം പാസാക്കിയിരിക്കുന്നത്. AICC അംഗവും യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായ രവീന്ദ്രദാസ് കൂടി പങ്കെടുത്ത കൺവെൻഷൻ ആയിരുന്നു ഇത്. ഈ സമയത്ത് മുല്ലപ്പള്ളിയുടെ യാത്ര അടുത്ത ദിവസങ്ങളിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലൂടെ സഞ്ചരിക്കാനിരിക്കുകയാണ്. ഇതിനിടെയാണ് ഒരു പ്രമേയമായി യൂത്ത് കോൺഗ്രസ് തന്നെ മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത്. അമീനെ കൂടാതെ MM ഹസൻ, അതേപോലെ ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയ പേരുകളും വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഉയർന്നു കേട്ടിരുന്നു. പാർട്ടിയുടെ ഒരു ഉറച്ച സീറ്റിൽ ഇങ്ങനെ ഇറക്കുമതി സ്ഥാനാർത്ഥികളെ കൊണ്ടുവരരുത് എന്നുള്ള ഒരു ശക്തമായ സന്ദേശം തന്നെയാണ് ഏതായാലും യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഏതായാലും വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണ്ണയം കോൺഗ്രസിന് അത്ര എളുപ്പമാവില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ശരി.